അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 ഞായറാഴ്ച. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് കേരളത്തിൽ ഇന്ന് റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. ഇന്നു മുതൽ കേരളത്തിൽ റമദാൻ വ്രതാനുഷ്ഠാനം. വെള്ളിയാഴ്ച മാസപ്പിറവി ദൃശ്യമായതിനാൽ ഗൾഫിൽ ഇന്നലെ മുതൽ റമദാൻ വ്രതാനുഷ്ഠാനം ആരംഭിച്ചിരുന്നു. സമൂഹത്തിന്റെ നല്ല പാതിയായ സ്ത്രീകളെ മനുഷ്യത്വത്തോടെയും ആദരവോടെയും കാണാനുള്ള മനസ്ഥിതി സമൂഹത്തിലാകെ വളർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീയുടെ അവകാശവും മാന്യതയും പലപ്പോഴും എഴുത്തുകളിലും ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നുവെന്നും ഈ കാഴ്ചപ്പാട് തിരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും ആശാവർക്കർമാർ ആത്മാഭിമാനത്തിനായാണ് പോരാടുന്നതെന്നും കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി. സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണെന്നും ആശാവർക്കർമാരുടെ പോരാട്ടം വെറുതെയാകില്ലെന്നും UDF അധികാരത്തിലെത്തുമ്പോൾ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഷഹബാസിനെ കണ്ണീരോടെ വിട. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷഹബാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെയാണ് താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലെ തറവാട് വീട്ടിൽ എത്തിച്ചത്. അവിടെ നിന്നും മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി ചുങ്കം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഖബറടക്കം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ഷഹബാസിനെ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ ക്രൂരമായ മർദ്ദനമേറ്റുന്നത് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം പരിശോധന. ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു. നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കട്ടിയേറിയ ആയുധം കൊണ്ട് ഷഹബാസിനെ അടിയേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. 2023-24 പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ KSEBയെ കേന്ദ്ര സ്ഥാപനമായ പവർ ഫിനാൻസ് കോർപ്പറേഷൻ B ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതായി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള 42 വൈദ്യുതി വിതരണ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ 10 കമ്പനികളെയും ഒരുമിച്ചാണ് റാങ്കിങ്ങിൽ പരിഗണിച്ചത്. പ്രവർത്തന മികവിൽ അഖിലേന്ത്യാ തലത്തിൽ 32ാം സ്ഥാനത്ത് നിന്ന് 19ലേക്കാണ് KSEB ഉയർന്നത്. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് അടിച്ചേൽപ്പിക്കുന്ന അധിക യാത്രാ ചിലവ് പുനഃപരിശോധിക്കണമെന്നും സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ള മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് മതപരമായ കടമ നിർവഹിക്കാൻ അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഉയർന്ന വിമാന നിരക്ക് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകൾ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നു. എല്ലാ വകുപ്പുകളും യോജിച്ച് സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സബ് കളക്ടർ ആൽഫ്രഡ് OV പറഞ്ഞു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് KSRTCയും അധിക സർവീസുകൾ നടത്തും. മാർച്ച് 13-നാണ് ഈ വർഷത്തെ പൊങ്കാല. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം.
താൻ വീടുമായി നിരന്തരം സംസാരിക്കുന്ന ആളാണെന്നും അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് വിദേശത്തേക്ക് പണമയച്ച് കടം വന്നിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് സത്യം കണ്ടെത്തട്ടെയെന്നും മറ്റൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യത്തിൽ അല്ലെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡ്രൈഡേയിൽ അനധികൃതമായി മദ്യം വിറ്റ കേസിൽ ഇടുക്കിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി എക്സൈസ് പിടിയിലായി. ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ പ്രവീൺ കുര്യാക്കോസാണ് എക്സൈസ് പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും 9 ലിറ്റർ മദ്യം എക്സൈസ് കണ്ടെടുത്തു. പിന്നാലെ CPM പ്രവീൺ കുര്യാക്കോസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിയിച്ചു. മൺട്രോ തുരുത്തിൽ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷിച്ചയാളുടെ ജീവനെടുത്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയാണ് മദ്യലഹരിയിലായിരുന്ന അമ്പാടി നാട്ടുകാരനായ സുരേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയാണ് അമ്പാടി. വെള്ളിയാഴ്ച തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. പയ്യോളിയിൽ നവവധുവിനെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യം. കോഴിക്കോട് ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഫെബ്രുവരി 2-നായിരുന്നു ആർദ്രയുടെ വിവാഹം. ഇന്നലെ രാത്രി 8:30-യോടെയാണ് ആർദ്രയെ പയ്യോളിയിലെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് വിവരം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പയ്യോളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. പ്രതികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽ ജിത്ത്, രാഹുൽ രാജ്, NV വിവേക് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് ഒറ്റപ്പാലം സ്വകാര്യ ITA വിദ്യാർത്ഥി സാജനാണ് മർദ്ദനമേറ്റത്. ക്ലാസ് റൂമിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് FIR പറയുന്നു. സംഭവത്തിൽ സഹപാഠിയായ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഒരു വിവാഹബന്ധത്തിൽ തുടരുന്ന സ്ത്രീക്ക് മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി ഉന്നയിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ആരോപിക്കുന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ പാലക്കാട് സ്വദേശി KC ശ്രീരാജ് നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഉത്തരവ്. തൃശൂർ പ്രത്യേക കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് റദ്ദാക്കിയത്. കന്യാകുമാരിയിൽ പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് 4 പേർ മരിച്ചു. പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് അലങ്കാര ക്രമീകരണത്തിനിടെ ഇരുമ്പ് ഗോവണി വൈദ്യുതി ലൈനിൽ തട്ടിവന്ന് അപകടം സംഭവിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരും മരിച്ചു. ഇനയം പുത്തൻതുറ സ്വദേശികളായ 4 പേരാണ് മരിച്ചത്. കന്യാകുമാരി ജില്ല ഇനയം പുത്തൻതുറയിൽ സെന്റ് ആന്റണീസ് ചർച്ചിലാണ് സംഭവം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാകുംഭമേളയ്ക്ക് പിന്നാലെ 15 ദിവസത്തെ പ്രത്യേക ശുചിത്വ ഡ്രൈവ് ആരംഭിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. സ്പെഷ്യൽ ഓഫീസർ ആകാംക്ഷ റാണയാണ് ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. സ്വച്ഛതാ മിത്രകളും ഗംഗാ സേവ ദൂൽസും ശുചീകരണത്തിൽ സജീവമാണ്. ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. ആശാവർക്കർമാരുടെ ഗ്രാറ്റുവിറ്റി, ശമ്പളത്തോടെയുള്ള പ്രസവാവധി, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകി. നിലവിൽ പ്രതിമാസം 10,000 രൂപയാണ് ആന്ധ്രയിൽ ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ശമ്പളം. മാർച്ച് 8 മുതൽ മണിപ്പൂരിലെ എല്ലാ നിരത്തുകളിലും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും അമിത്ഷാ നിർദ്ദേശിച്ചു. മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി മാർച്ച് 31 ശേഷം 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്ന് ദില്ലി സർക്കാർ തീരുമാനിച്ചു. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരുമായി നടത്തിയ മാരത്തൺ യോഗങ്ങൾക്ക് ശേഷമാണ് ദില്ലി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ ഇക്കാര്യം അറിയിച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് ശരിയായില്ലെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ്. ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ്. ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകില്ലായിരുന്നുവെന്നാണ് മർസൂഖ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെയും കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിനു ശേഷവും അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ്. അമേരിക്ക നൽകിയ പിന്തുണയ്ക്കും സൈനിക സഹായത്തിനും നന്ദി അറിയിക്കുന്നുവെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC മത്സരം സമനിലയിൽ. ഇരു ടീമിനും ഓരോ ഗോൾ വീതം ലഭിച്ചു. ആദ്യ പകുതിയിൽ ലീഡ് ചെയ്ത ബ്ലാസ്റ്റേഴ്സ് 86 മിനിറ്റിലാണ് സെൽഫ് ഗോൾ വഴങ്ങിയത്. ഈ തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ തീർത്തും ഇല്ലാതായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. 4ാം ദിനം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എന്ന നിലയിലാണ് വിദർഭ. അവർക്കിപ്പോൾ 286 റൺസ് ലീഡായി. 132 റൺസോടെ കരുൺ നായരും 4 റൺസോടെ ക്യാപ്റ്റൻ അക്ഷയ് വദ്കറുമാണ് ക്രീസിൽ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ തുടർച്ചയായ 3ാം മത്സരത്തിലും തോൽവി. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 7 വിക്കറ്റിനായിരുന്നു ഇംഗ്ലണ്ടിന്റെ തോൽവി. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടിന് 38.2 ഓവറിൽ 179 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ മാർക്കോ ജാൻസൺ, വിയാൻ മൾഡർ എന്നിവരാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. 37 റൺസ് നേടിയ ജോ റൂട്ടാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 29.1 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 72 റൺസ് നേടിയ റാസി വാൻഡർ ഡസൻ, 64 റൺസ് നേടിയ ഹെൻറിച്ച് ക്ലാസൻ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിന് യോഗ്യത നേടി. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ട അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ഇതിനകം തന്നെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ മുതിർന്ന കളിക്കാർക്ക് വിശ്രമം അനുവദിക്കാൻ സാധ്യത. ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.